നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യ പോസ്റ്റ് GDS റിക്രൂട്ട്മെന്റ് 2026ന്റെ 5th മെറിറ്റ് ലിസ്റ്റ് എപ്പോൾ വരും, ആരൊക്കെയാണ് ഈ ലിസ്റ്റിൽ വരാൻ സാധ്യത, മെറിറ്റ് ലിസ്റ്റ് എങ്ങനെ ചെക്ക് ചെയ്യാം, ഡോക്യുമെന്റ് വെരിഫിക്കേഷന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചാണ് പറയുന്നത്. 4th മെറിറ്റ് ലിസ്റ്റ് പുറത്തിറങ്ങിയ ശേഷം പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് 5th മെറിറ്റ് ലിസ്റ്റ് എപ്പോൾ വരും. ആദ്യം ഒരു പ്രധാന കാര്യം, ഇന്ത്യ പോസ്റ്റ് ഇതുവരെ 5th മെറിറ്റ് ലിസ്റ്റിന്റെ ഔദ്യോഗിക തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ മുൻ വർഷങ്ങളിലെ റിക്രൂട്ട്മെന്റുകൾ പരിശോധിച്ചാൽ 4th മെറിറ്റ് ലിസ്റ്റിന്റെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പൂർത്തിയായ ശേഷം ഒഴിവുവരുന്ന സീറ്റുകൾ നികത്താനാണ് 5th മെറിറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. ആരൊക്കെയാണ് 5th മെറിറ്റ് ലിസ്റ്റിൽ വരാൻ സാധ്യത? ഒന്നാമതായി 1st മുതൽ 4th മെറിറ്റ് ലിസ്റ്റ് വരെ സെലക്ട് ആകാത്തവർക്കാണ് പ്രധാന അവസരം. രണ്ടാമതായി ഡോക്യുമെന്റ് വെരിഫിക്കേഷന് ഹാജരാകാത്തവരുടെയും ജോയിൻ ചെയ്യാത്തവരുടെയും ഒഴിവുകൾ 5th ലിസ്റ്റിലേക്ക് മാറ്റും. മൂന്നാമതായി കട്ട് ഓഫ് മാർക്കിന് വളരെ അടുത്ത മാർക്ക് നേടിയ ഉദ്യോഗാർത്ഥികൾക്ക് നല്ല സാധ്യതയുണ്ട്. മെറിറ്റ് ലിസ്റ്റ് എങ്ങനെ ചെക്ക് ചെയ്യാം? മെറിറ്റ് ലിസ്റ്റ് പുറത്തിറങ്ങിയാൽ ഇന്ത്യ പോസ്റ്റ് GDS ഒഫീഷ്യൽ പോർട്ടൽ സന്ദർശിക്കുക. അതിനുശേഷം നിങ്ങളുടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ സർക്കിൾ തിരഞ്ഞെടുക്കുക. ശേഷം 5th മെറിറ്റ് ലിസ്റ്റ് PDF ഡൗൺലോഡ് ചെയ്യുക. PDF തുറന്ന് രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ പേര് ഉപയോഗിച്ച് സെർച്ച് ചെയ്ത് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാം. ഡോക്യുമെന്റ് വെരിഫിക്കേഷന് കൊണ്ടുപോകേണ്ട രേഖകൾ നോക്കാം. SSLC മാർക്ക് ഷീറ്റ് ആൻഡ് സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, EWS അല്ലെങ്കിൽ PWD സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ ഡോക്യുമെന്റ്സും ഫോട്ടോ കോപ്പീസും വേണം. വെരിഫിക്കേഷന് പോകുമ്പോൾ എല്ലാ രേഖകളും ശരിയായി തയ്യാറാക്കി വെക്കുക. 5th മെറിറ്റ് ലിസ്റ്റിന്റെ തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. അതിനാൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന അഭ്യൂഹങ്ങൾ വിശ്വസിക്കാതെ ഇന്ത്യ പോസ്റ്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ വരുന്ന അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇത്തരത്തിലുള്ള ഏറ്റവും പുതിയ സർക്കാർ ജോലി അപ്ഡേറ്റുകളും മെറിറ്റ് ലിസ്റ്റ് അപ്ഡേറ്റുകളും ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.